കുംഭമേളയ്ക്കിടെ വൈറലായ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയി എന്ന് തെറ്റിദ്ധരിപ്പിച്ചത് CPM നേതാക്കളാണെന്ന് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ്. ഇതാണോ CPMന്റെ കേരള സ്റ്റോറി എന്നും നവ്യ ഹരിദാസ് ചോദിക്കുന്നു. ശൈശവവിവാഹം നടത്തിക്കൊടുത്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ കർശന നടപടി നേരിടേണ്ടി വരുമെന്നും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ വ്യക്തമാക്കി. കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുംഭമേളയ്ക്കിടെ വൈറലായ മൊണാലിസ, ഈ മൊണാലിസ ഒരു വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിലേക്ക് എത്തുന്നു. ഈ കേരളത്തിലെ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇടപെട്ടാണ് മൊണാലിസയുടെ വിവാഹം നടത്തി കൊടുക്കുന്നത്. അന്ന് ഇവരുടെ പിതാവടക്കം, ഈ കുട്ടിയുടെ പിതാവടക്കം പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുൻകൈയെടുത്ത് ചിലരുടെ അജണ്ട നടപ്പിലാക്കുന്ന രീതിയിലായിരുന്നു വിവാഹം നടന്നത്. ഇതാണോ യഥാർത്ഥ റിയൽ കേരള സ്റ്റോറി? ഇതല്ല റിയൽ കേരള സ്റ്റോറി. ഇവിടെ ചരിത്രപരമായിട്ടുള്ള എന്തോ നേട്ടം കൈവരിച്ചതുപോലെയാണ് അന്ന് LDF അവരുടെ നീക്കങ്ങൾ ഉണ്ടായിരുന്നത്. അവരുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള റഹീം, ഗോവിന്ദൻകുട്ടി, ശ്രീ ശിവൻകുട്ടി തുടങ്ങിയിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ആ വിവാഹം നടത്തിക്കൊടുത്തത്. എന്നാൽ അന്നും കുടുംബം പറയുന്നത് പോലും കേൾക്കാതെ അതിനെയും ഓവർകം ചെയ്തുകൊണ്ടാണ് ആ വിവാഹം നടത്താൻ വേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ മുന്നിട്ടിറങ്ങിക്കൊണ്ട് നടത്തിയിട്ടുള്ളത്. 18 വയസ്സായിട്ടില്ല എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ 18 വയസ്സായി എന്നുള്ളതിൻ്റെ വ്യാജമായിട്ട് തെളിവ് കാണിച്ചുകൊണ്ട് 18 വയസ്സ് കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞ് PR വർക്ക് നടത്തിക്കൊണ്ട് വ്യാപകമായിട്ട് സമൂഹ മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം അത് കാഴ്ചവെക്കുമ്പോഴും വലിയൊരു നേട്ടം, പുരോഗമനാത്മകമായിട്ടുള്ള കേരളത്തിൻ്റെ മുഖം എന്നുള്ള നിലയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുകയാണ്. 16 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ, ഇതിപ്പോൾ നമുക്കറിയാം, ഒരു പെൺകുട്ടി പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് അവർ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം വിവാഹം കഴിക്കണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ 18 എന്നുള്ള പ്രായപരിധി ഉയർത്തി 21 ആക്കണം എന്നുള്ള നിർദ്ദേശം വന്നത്. എന്നാൽ ആ 21 വയസ്സാവാതെ 18 വയസ്സ് പോലും ആവാതെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള തീരുമാനമായിരുന്നു LDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നിയമ നടപടികൾ അവർക്കെതിരെ ഉണ്ടാവും. മുന്നിൽ നിന്ന് നടത്തി കൊടുത്തിട്ടുള്ള 3 വ്യക്തികളുടെ പേരിൽ എന്തായാലും വലിയ തോതിലുള്ള നടപടികൾ ഉണ്ടായിരിക്കും. ഈ ദേശീയ പട്ടികവർഗ കമ്മീഷനാണ് കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല എന്ന് കണ്ടെത്തുന്നത്. പക്ഷേ ഇപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ ശിവൻകുട്ടിയോ അടക്കമുള്ളവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, മുൻപ് പ്രതികരിച്ചിരുന്ന സമയത്തും സത്യം മറച്ചു വെച്ചുകൊണ്ട് കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. വയസ്സായിട്ടില്ല എന്ന് പറയുമ്പോഴും ഉണ്ട് എന്ന് തെളിയിച്ചെടുക്കാനുള്ള നീക്കമായിരുന്നു. അങ്ങനെ ഒരുപാട് കാലമൊന്നും സത്യം മറച്ചു വെക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതുതന്നെയാണ് കൃത്യമായി തന്നെ ദേശീയ പട്ടികവർഗ കമ്മീഷനാണ് കുട്ടിക്ക് 18 വയസ്സായിട്ടില്ല എന്ന് കണ്ടെത്തുന്നത്. എന്തായാലും വലിയ കുരുക്കിലേക്ക് CPM നേതാക്കൾ പോവുകയാണ്. CPM നേതാക്കൾ വലിയ കുരുക്കിലേക്ക് തന്നെ പോകുന്നു. മഹിളാ മോർച്ച അടക്കമുള്ള വനിതാ സംഘടനകൾ, BJP പോലുള്ള രാഷ്ട്രീയ നമ്മളൊക്കെ ഇടപെടണം ഈ വിഷയത്തിൽ. കാരണം ഇത് നമ്മുടെ പ്രബുദ്ധ കേരളത്തിന് അപമാനമാണ്. കാരണം പ്രായപൂർത്തിയാകാത്ത ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടി ഇത്തരത്തിൽ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഉയരുന്നുണ്ട് വിനോദ്. അതെല്ലാം നിർണായക ചോദ്യങ്ങളാണ്. എന്തായാലും ഈ 3 പേർ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേറിയ V ശിവൻകുട്ടി, CPM സംസ്ഥാന സെക്രട്ടറിയാണ്. നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം രാജ്യസഭാ MP, ഇവരുടെയൊക്കെ ഉത്തരവാദിത്തം എന്താണ്? ആ സമയത്ത് കേവല ദാരിദ്ര്യം എന്നൊക്കെ, ഇപ്പോഴും ദാരിദ്ര്യം അവസാനിച്ചിട്ടില്ല, ആ വിഷയങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ, പട്ടിണി കിടക്കുന്ന വീടുകളിൽ കുറച്ച് കിറ്റ് വിതരണം ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഏറെ അഭിനന്ദനം കിട്ടിയേനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും പ്രത്യേകിച്ചും CPM ഭരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെയാണ് ഭരണ നേതൃത്വത്തിൽ ഉള്ളവർ, പ്രത്യേകിച്ചും ജനാധിപത്യത്തിന്റെ പ്രധാന ശ്രീകോവിൽ ഒക്കെ അംഗത്വമുള്ളവർ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അതായത് വൈറൽ താരത്തിലൂടെ വൈറലാവാൻ നോക്കിയതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എയറിലാണ്. നമുക്ക്